അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 12 വെള്ളിയാഴ്ച. കടുത്ത വേനലിനെ തയ്യാറെടുക്കാൻ സർക്കാർ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് സർക്കാർ ഏജൻസികൾക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയത്. അവശ്യ മരുന്നുകളുടെയും കുടിവെള്ളത്തിന്റെയും ലഭ്യത ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകി. കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ നിങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെങ്കിൽ മാസം 8,500 രൂപ വീതം വർഷം 1 ലക്ഷം രൂപ നൽകി ഒറ്റയടിക്ക് രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബത്തിലെ സ്ത്രീക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വർഷം 1 ലക്ഷം രൂപ നൽകുന്ന മഹാലക്ഷ്മി പദ്ധതി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്ത് ഉത്സവ ചന്തകൾ തുടങ്ങാൻ ഉപാധികളോടെ ഹൈക്കോടതി കൺസ്യൂമർ ഫെഡിന് അനുമതി നൽകി. ചന്തകളെ ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് സർക്കാർ ഉപയോഗിക്കരുതെന്നും ഇത് സംബന്ധിച്ച് സർക്കാർ യാതൊരു പബ്ലിസിറ്റിയും നൽകരുതെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ചട്ടലംഘനം കണ്ടെത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടി തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഏറ്റവും കുറവ് ദരിദ്രരുള്ള നാടാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനാധിപത്യം അപകടത്തിലാണെങ്കിൽ ജനങ്ങൾ അത് സംരക്ഷിക്കണം. അമിതാധികാരത്തിനാണ് രാജ്യം ഇതുവരെ സാക്ഷ്യം വഹിച്ചത്. ജനങ്ങൾക്കെതിരെയാണ് BJP ഗവൺമെന്റ് എന്ത് കാര്യങ്ങളും ചെയ്യുന്നത്. 2025 നവംബർ 1 ഒരു കുടുംബവും ദരിദ്രാവസ്ഥയിൽ അല്ലാത്ത നാടായി നമ്മുടെ കേരളം മാറും. അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഇവിടെ കേരളം നമ്പർ 1 എന്ന ഒറ്റ സ്റ്റോറിയേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. CMRL MD ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് അയച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മാസപ്പടി കേസിൽ തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം. CMRL ഉദ്യോഗസ്ഥരോട് ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇവർ ഹാജരായില്ല. ഇവരിൽ നിന്ന് കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം മാത്രമേ കേസ് അന്വേഷണം മറ്റുള്ളവരിലേക്ക് കൂടി നീളുകയുള്ളൂ. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അയച്ച വക്കീൽ നോട്ടീസിന് മറുപടി നൽകി UDF സ്ഥാനാർത്ഥി ശശി തരൂർ. NDA സ്ഥാനാർത്ഥി വോട്ടർമാർക്ക് പണം നൽകി എന്ന് പറഞ്ഞിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ പേരോ പാർട്ടിയുടെ പേരോ പരാമർശിച്ചിട്ടില്ല. തെറ്റിദ്ധാരണ മൂലമോ മനഃപൂർവ്വമോ ആരോപണം ഉന്നയിക്കുകയാണെന്നാണ് ശശി തരൂർ അയച്ച മറുപടിയിൽ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ 4.49 ലക്ഷം പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്തു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പൊതുസ്ഥലങ്ങളിൽ പതിച്ച പോസ്റ്ററുകൾ, കൊടിത്തോരണങ്ങൾ, ബാനറുകൾ, ഫ്ലക്സ് ബോർഡ്, അലങ്കാര റിബണുകൾ, ചുവരെഴുത്തുകൾ എന്നിവയാണ് നീക്കിയത്. പന്ന്യൻ രവീന്ദ്രൻ എന്തിനാണ് മത്സരിക്കുന്നത് എന്ന ശശി തരൂരിന്റെ പരാമർശത്തോട് പ്രതികരിച്ച് മന്ത്രി V ശിവൻകുട്ടി. ജനങ്ങളുടെ പൾസ് അറിയാൻ സാധിക്കാത്ത സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ. താൻ ജയിച്ചില്ലെങ്കിൽ BJP ജയിക്കട്ടെ എന്നതാണ് ശശി തരൂരിന്റെ മനോഭാവം എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള വോട്ടിംഗ് മെഷീനിൽ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാർ എന്നതിന് പകരം അഡ്വക്കേറ്റ് അരുൺകുമാർ CA എന്നാണ് രേഖപ്പെടുത്തിയത്. നാമനിർദ്ദേശ പത്രികയിൽ ആവശ്യപ്പെട്ട രീതിയിലല്ല പേര് രേഖപ്പെടുത്തിയതെന്നും അതിനാൽ ബാലറ്റ് യൂണിറ്റിൽ പേര് തിരുത്തി നൽകണം എന്നുമാണ് LDFന്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് LDF പരാതി നൽകി. കോഴ വിവാദത്തിൽ ഇനി പ്രതികരണത്തിനില്ലെന്നും ഇനി വികസന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂവെന്നും പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി. എന്നാൽ ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച കോഴ ആരോപണം വിശദീകരിക്കാൻ അനിൽ ആന്റണിക്കും ആന്റോ ആന്റണിക്കും ബാധ്യതയുണ്ടെന്നാണ് LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പ്രതികരണം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. പാനൂർ സ്ഫോടന കേസിൽ DYFI പ്രവർത്തകർക്ക് ബന്ധമുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്. പ്രതികളോ പ്രതികളെ സഹായിച്ചവരോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും വസീഫ് വ്യക്തമാക്കി. INTUC പ്രവർത്തകനായിരുന്ന കായംകുളത്തെ സത്യനെ കൊലപ്പെടുത്തിയത് പാർട്ടി ആലോചിച്ചെന്ന് CPM നേതാവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ
ബിപിൻ സി ബാബുവിന്റെ വെളിപ്പെടുത്തൽ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നൽകിയ കത്തിലാണ് ഇക്കാര്യമുള്ളത്. നിരപരാധിയായ തന്നെ കേസിൽ പ്രതിയാക്കിയെന്നും 19-ാം വയസ്സിൽ 65 ദിവസം ജയിൽവാസം അനുഭവിച്ചെന്നും ചൂണ്ടിക്കാണിക്കുന്ന കത്തിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ജില്ലാ പഞ്ചായത്ത് അംഗത്വം ഒഴിയാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട്. താൻ ജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ ടി സിദ്ദിഖ്. പേരുമാറ്റം നടപ്പിലാക്കാനുള്ള പ്രാപ്തിയും കഴിവും സുരേന്ദ്രനില്ല. ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് സുരേന്ദ്രൻ നടത്തുന്നത്. സുരേന്ദ്രനല്ല മോദി വിചാരിച്ചാലും വയനാട്ടിൽ അത് വിലപ്പോകില്ല. ചരിത്രത്തെ അപനിർമ്മിക്കുകയാണ് സംഘപരിവാർ അജണ്ട. അത് ഒരിക്കലും നടക്കാൻ അനുവദിക്കില്ലെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. റിയാസ് മൗലവി കേസിൽ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. വിചാരണ കോടതി തെളിവുകൾ പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ടു. 7 വർഷം ജാമ്യം ലഭിക്കാതെ 3 പ്രതികൾ ജയിലിൽ കിടന്നത് തെളിവ് ശക്തമായതിനാലാണെന്നും ഹർജിയിൽ പറയുന്നു. 3 പ്രതികൾക്കും ഹൈക്കോടതി നോട്ടീസ് നൽകി. 3 പ്രതികളോടും പാസ്പോർട്ട് കെട്ടിവെക്കാനും കോടതിയുടെ പരിധി വിട്ട് പുറത്തേക്ക് പോകരുതെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് കെ ബാബുവിന്റെ വിജയം ശരിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധി വിചിത്രമാണെന്ന് M സ്വരാജ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ചട്ടലംഘനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും കമ്മീഷൻ നടപടിയെടുത്തതാണെന്നും തെളിവുകൾ നൽകിയിട്ടും ഇത്തരമൊരു വിധിയുണ്ടായത് വിചിത്രമാണെന്നും സ്വരാജ് പറഞ്ഞു. തെറ്റായ സന്ദേശം നൽകുന്നതും ചോദ്യം ചെയ്യപ്പെടേണ്ടതുമായ വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും പാർട്ടിയുമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈദ്ഗാഹിൽ നടത്തിയ പ്രസംഗത്തിൽ കേരള സ്റ്റോറി സിനിമയ്ക്ക് എതിരെ മതപണ്ഡിതർ മോശമായി പ്രസംഗിച്ചുവെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. പാളയം ഇമാം ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ഈ സിനിമ മുസ്ലിം വിരുദ്ധമല്ലെന്നും മതചടങ്ങുകളിൽ ഇത്തരം പ്രസംഗങ്ങൾ നടത്തുന്നത് തെറ്റായ നടപടിയാണെന്നും പറഞ്ഞ അബ്ദുള്ളക്കുട്ടി മുഖ്യമന്ത്രി സിനിമയെ വർഗീയവൽക്കരിച്ച് മുസ്ലിം വികാരം ഉണർത്താൻ പറ്റുമോ എന്ന് നോക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രതികളെക്കുറിച്ച് ചോദിക്കേണ്ടത് ഡിവൈഎഫ്ഐയോടാണെന്നും പാർട്ടിക്ക് ബോംബുണ്ടാക്കേണ്ട കാര്യമില്ലെന്നും MV ഗോവിന്ദൻ. രക്ഷാപ്രവർത്തനത്തിന് പോയവരും പ്രതികളായിട്ടുണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ചു. പാർട്ടി പ്രവർത്തകരെ ആക്രമിച്ച ക്രിമിനൽ സംഘം പ്രതികളായ കേസെന്നാണ് CPMന്റെ നിലപാട്. ബോംബുണ്ടാക്കാൻ സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിയത് ഡിവൈഎഫ്ഐ ഭാരവാഹി ഷിജാലും ഷെബിൻ ലാലുമെന്നാണ് പോലീസ് റിപ്പോർട്ട്. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ PK ബിജുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 8.5 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അറസ്റ്റിലായ പ്രതികളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, പാർട്ടി അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എന്നീ വിഷയങ്ങളിൽ വ്യക്തത വരുത്താനാണ് ED നീക്കം. ED ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കി എന്ന് PK ബിജു പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായി തുടങ്ങിയ കെ-ഫോണിനായി കിഫ്ബിയിൽ നിന്ന് കടമെടുത്ത 1059 കോടി രൂപയിലേക്ക് ഒക്ടോബർ മുതൽ 100 കോടി രൂപ വീതം തിരിച്ചടയ്ക്കണമെന്ന് റിപ്പോർട്ടുകൾ. തുടർച്ചയായി 13 വർഷവും ഇത്രയും തുക തിരിച്ചടയ്ക്കണം. പ്രതിമാസം ശരാശരി 600 രൂപ വീതം ലഭിക്കുന്ന 1.5 ലക്ഷം കണക്ഷനുകൾ എങ്കിലും ഉണ്ടെങ്കിലേ തിരിച്ചടവിനുള്ള 100 കോടി രൂപ ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ 30,000 ഇന്റർനെറ്റ് കണക്ഷൻ മാത്രമാണ് കെ-ഫോണിന് നൽകാനായത്. അതിൽ തന്നെ 5,000 എണ്ണം BPL കണക്ഷനാണ്. കയ്യിലെ പണം വെറുതെ വെക്കേണ്ട. KSFയിൽ നിക്ഷേപിച്ച് 8.25% പലിശ നേടൂ. നേട്ടം നിക്ഷേപ പദ്ധതി. ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല. തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ G-Pay പോസ്റ്ററുകൾ. പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള QR കോഡ് അടങ്ങിയ പോസ്റ്ററുകളിൽ സ്കാൻ ചെയ്താൽ അഴിമതി കാണാം എന്നും എഴുതിയിട്ടുണ്ട്. QR കോഡ് സ്കാൻ ചെയ്താൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് ഉൾപ്പെടെയുള്ള വിവിധ അഴിമതി ആരോപണങ്ങളുള്ള വീഡിയോയിലേക്കാണ് എത്തുക. ഡൽഹി മദ്യനയ കേസിൽ തെലങ്കാനയിലെ BRS നേതാവായ K കവിതയെ CBIയും അറസ്റ്റ് ചെയ്തു. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള കവിതയെ ഇന്ന് ചോദ്യം ചെയ്യാൻ CBI കസ്റ്റഡിയിലെത്തിയതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. K കവിത തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമിക്കുന്നുണ്ടെന്നാണ് EDയുടെ വിമർശനം. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള കേസാണിതെന്നും പ്രതിപക്ഷ നേതാക്കളെയാണ് കേസിലൂടെ ലക്ഷ്യമിടുന്നതെന്നും K കവിത പ്രതികരിച്ചു. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ സൈനികർക്ക് നൽകുന്ന പിന്തുണയുടെ ഫലമായി തീവ്രവാദികളെ അവരുടെ മടയിൽ കയറി കൊല്ലുന്ന സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ നടന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ചൈനയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. ഇന്ത്യയുടെ പരമാധികാരം ചൈന നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കെ അമേരിക്കൻ മാസികയായ ന്യൂസ് വീക്കിന് നൽകിയ അഭിമുഖത്തിൽ ഭീരുത്വത്തിന്റെ എല്ലാ പരിധിയും മോദി മറികടന്നതായി അദ്ദേഹം കുറ്റപ്പെടുത്തി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി ബിഭവ് കുമാറിനെ വിജിലൻസ് പുറത്താക്കി. അനധികൃത നിയമനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അതിനിടെ
AAP MLA അമാനത്തുള്ള ഖാനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും ED നടത്തുന്നുവെന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട്. ചർച്ചയില്ലാത്ത സ്പെയർ പാർട്സ് കൊണ്ടുള്ള ഓട്ടോറിക്ഷ പോലെയാണ് മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി സഖ്യമെന്ന് പരിഹസിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള കപട ശിവസേനയും ശരത് പവാറിന്റെ കപട NCPയും അവശേഷിക്കുന്ന കോൺഗ്രസുമാണ് ഈ ഓട്ടോറിക്ഷയിലുള്ളതെന്നും ഇത്തരം ഓട്ടോറിക്ഷകൾക്ക് ദിശയോ ഭാവിയോ ഇല്ലെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യം മുങ്ങിപ്പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. $1250 കോടി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ വമ്പൻ വ്യവസായിയും വാൻതിൻ ഫാറ്റ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉടമയുമായ ട്രൂങ് മേ ലാൻ എന്ന വനിതയെ വധശിക്ഷയ്ക്ക് വിധിച്ച് വിയറ്റ്നാം കോടതി. രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് കേസിലാണ് കോടതിയുടെ സുപ്രധാന വിധി. ഇന്ത്യ ഉൾപ്പെടെ 91 രാജ്യങ്ങളിലെ ഉപയോക്താക്കൾക്ക് ആപ്പിളിന്റെ മുന്നറിയിപ്പ്. പെഗാസസ് ഉൾപ്പെടെയുള്ള ചാര സോഫ്റ്റ്വെയറുകളുടെ ആക്രമണം കരുതിയിരിക്കണമെന്നാണ് ഐഫോൺ ഉപയോക്താക്കൾക്ക് ആപ്പിളിന്റെ മുന്നറിയിപ്പ്. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 7 വിക്കറ്റിന്റെ ആധികാരിക ജയം. 61 റൺസ് എടുത്ത ഫാഫ് ഡുപ്ലസിയുടെയും 50 റൺസ് എടുത്ത രജത് പട്ടിദാറിന്റെയും 53 റൺസ് എടുത്ത ദിനേശ് കാർത്തികിന്റെയും കരുത്തിൽ റോയൽ ചലഞ്ചേഴ്സ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ് എടുത്തു. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ ഇന്ത്യൻസ് വെറും 15.3 ഓവറിൽ ലക്ഷ്യം മറികടന്നു. 34 പന്തിൽ 69 റൺസ് എടുത്ത ഇഷാൻ കിഷനും 19 പന്തിൽ 52 റൺസ് എടുത്ത സൂര്യകുമാർ യാദവുമാണ് മുംബൈയുടെ രണ്ടാം ജയം എളുപ്പമാക്കിയത്. 4 ഓവറിൽ 21 റൺസ് മാത്രം വിട്ടുകൊടുത്ത ജസ്പ്രീത് ബുംറയാണ് രാജസ്ഥാൻ റോയൽസിനെ 196 ഒതുക്കിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽത്തുമ്പിൽ.